ഈ പദ്ധതി പ്രദേശത്ത് നിന്ന് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഗുഡ് മോർണിംഗ് ലേബി സജീന്ദ്രൻ. സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത ഭൂമി എന്ന് പറയുന്നത് ഒരു വൻ പദ്ധതിക്ക് ഉതകുന്ന രീതിയിലാണ്. ഇത്രയും ഭൂമി വേണമായിരുന്നോ എന്നൊക്കെ അന്ന് ചോദ്യമുയർന്നതാണ്. പക്ഷേ ഇന്ന് 13 വർഷം പിന്നിടുമ്പോൾ ആ ഭൂമിയിൽ ഉപയോഗിച്ചത് വളരെ പരിമിതമായ അളവിൽ, അതായത് 1/5 പോലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതല്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുഡ് മോർണിംഗ് സുജയ. കൃത്യമായി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിക്ക്, കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിക്ക് മുന്നിലാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി മാറും എന്ന് കരുതിയിരുന്ന പദ്ധതി പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 90,000 ആളുകൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകും എന്നുള്ള കരാർ ലംഘിച്ചുകൊണ്ട് 10,000-ൽ താഴെ മാത്രമാണ് അത്തരത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. നിക്ഷേപകരുടെ വൻ ഒഴുക്ക്, അത് ആഗോള കമ്പനികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് കയറുമെന്നുള്ളതായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നതാകട്ടെ 37ഓളം കമ്പനികളാണ് പ്രധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നോർക്കണം. അതായത് വലിയ വാഗ്ദാനവുമായി വന്നിരിക്കുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിന്മാറുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗവുമില്ല എന്നോർക്കേണ്ടതുണ്ട് സുജയ. ഇപ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി എങ്ങോട്ടാണ് സ്മാർട്ട് സിറ്റി എന്നുള്ള സ്വപ്ന പദ്ധതി പോകുക എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിലെ അവസ്ഥ വച്ചിട്ടാണെങ്കിൽ സർക്കാരിന് മുന്നിൽ, അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് മുന്നിൽ ഇനി 3 മാർഗങ്ങളാണ് തെളിഞ്ഞു വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, ടീകോം ഈ സ്വമേധയാ ഇതിൽ നിന്ന് പിന്മാറുമോ? ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ഇപ്പോൾ ഇതുവരെയുള്ള ഈ തീരുമാനപ്രകാരം നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ട് ടീകോം പിന്മാറാൻ തയ്യാറാകുമോ? അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, ടീകോം തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും നഷ്ടപരിഹാര തുക മുന്നോട്ട് വയ്ക്കുക? അത് സംസ്ഥാന സർക്കാരിന് സ്വീകാര്യമാകുമോ? അങ്ങനെ സ്വീകാര്യമായില്ല എങ്കിൽ ടീകോം നടപടിയുമായി മുന്നോട്ട് പോകും. പ്രധാന കാര്യം പദ്ധതി പ്രദേശത്തേക്ക് വരാം. ഇതിൽ പ്രതിപക്ഷം ഇപ്പോൾ എന്താണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഉയർത്താൻ പോകുന്നത് എന്നതറിയണം. ടീകോമിന്